request the very respected Harish Ashokachan to please join me on stage. ഇതൊന്നും മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും. അതെ, ഒരു വലിയ കാര്യം. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ladies and gentlemen. We are unveiling the music CD of Autumn Thullal. ഒരു തനി നാടൻ തുള്ളൽ. Yes. Yes, Autumn Thullal audio CD ആണ്. The big round of applause, ladies and gentlemen. Thank you so much. Yes, Arjun ചേട്ടാ, ഞാൻ വന്ന സ്ഥിതിക്ക് എന്നാലും 2 വാക്ക് പറയാതെ പോയിട്ട്. അടിപൊളി. അച്ഛൻ സ്റ്റേജിൽ എത്തിയിട്ട് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്കൊരു ഗസ്റ്റായിട്ട് ഒരിക്കലും തോന്നണില്ല. വിഷ്ണു ചേട്ടനായാലും രാജേട്ടനായാലും ബാബുക്കായാലും ടിനി ചേട്ടനായാലും എല്ലാവരും ബിനു ചേട്ടനായാലും പിന്നെ അത് സ്ക്രീനിലെ തന്നത് സ്വന്തം തന്ന വളരെയധികം സന്തോഷം. വൻ സക്സസ്ഫുൾ ആവട്ടെ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടങ്ങൾ കാണാൻ ശ്രമിക്കുക മാക്സിമം. അതിൻ്റെ ഒരു സുഖം അതാണല്ലോ. OTT വരുമ്പോൾ പിന്നെ എങ്ങുണ്ടോ അത് അടിപൊളിയാവട്ടെ. ഓൾ ദ ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച് സർ. എന്തുകൊണ്ട് നല്ല നല്ല ക്യാരക്ടേഴ്സ് നമ്മളുടെ മുന്നിൽ ഇങ്ങനെ മിങ്ങി മറിഞ്ഞു പോവുകയാണ് അല്ലേ. അമേസിങ് പെർഫോമർ. നമുക്ക് വളരെ ടെൻഷനായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഹരിഷ് ശോഭൻ സർ കോമഡി നിന്ന് യൂട്യൂബിൽ ഇട്ടാൽ മതി. ചില്ലാണ് ഇത്. സോ താങ്ക് യു സോ മച്ച് ഫോർ സച്ച് അമേസിങ് ക്യാരക്ടേഴ്സ്. ആൻഡ് പോളിജിറ്റി ചില ക്യാരക്ടേഴ്സ് കൊണ്ട് നമ്മളെ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഭയങ്കര ഡീപ്പായിട്ട്. യെസ്, അതുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റ് അവാർഡ് വിന്നർ കൂടെയാണ് 2017 and 2022. താങ്ക് യു സോ മച്ച് ചേച്ചി. യെസ്, പ്ലീസ് ഓണർ ദ ഹരിഷ് ശോഭൻ സാറിന് വിത്ത് ദ സെറിമോണിയൽ ഷോർട്സ്. years, 40 വർഷം. Yes, it's a long time, അല്ലേ? വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു വലിയ ഫാനാണ് ഞാൻ. അപ്പോൾ എൻ്റെ തുടക്ക ചിത്രങ്ങൾ തൊട്ട് ഞാൻ അവർ പാടിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ എൻ്റെ സംഗീത സംവിധായകരൊക്കെ ആ പിച്ചെന്നൊക്കെ പറഞ്ഞ് ഉഴപ്പി വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ പടം മഹാറാണിയുടെ ക്ലൈമാക്സ് സോങ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വൈക്കം വിജയലക്ഷ്മി കൊണ്ട് പാടിക്കാനായിട്ട്. അപ്പോൾ ഗോവിന്ദ് വസന്തായിരുന്നു മ്യൂസിക്. അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു ഹൈ പിച്ചാണ് എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി. അപ്പോൾ ഞാൻ ആദ്യം രാഹുലിനോട് പറഞ്ഞു, രാഹുൽ ഹൈ പിച്ച് പറഞ്ഞതിനെ ഒഴിവാക്കരുത്, വൈക്കം വിജയലക്ഷ്മി പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് രാഹുൽ സമ്മതിച്ചു. അപ്പോൾ ഓരോ പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴും ഞാൻ ചോദിക്കും ഇതാണോ വൈക്കം വിജയൻ? താനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു പാട്ട് എനിക്ക് കമ്പോസ് ചെയ്ത് തന്നു. ഗംഭീരമായ ഒരു പാട്ടായിരുന്നു. കറക്റ്റ് സിറ്റുവേഷനിലാണ് ആ സോങ് വരുന്നത്. എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു പാട്ടാണ്. എൻ്റെ പ്രിയ സുഹൃത്തായ ഹരിനാരായണനാണ് ആ പാട്ട് എഴുതിയത്. ഹരിനാരായണൻ അറിയാം, ഒരുപാട് പാട്ടുകൾ എഴുതിയൊരു വലിയ ലെജൻഡാണ്. അവൻ എന്തൊരു മരണം കാരണം വരാൻ പറ്റിയില്ല. എൻ്റെ എല്ലാ പടത്തിലും പാട്ട് എഴുതുന്നതാണ്. ഈ പാവാടയിലൊക്കെ സൂപ്പർ ഹിറ്റ് സോങ്ങുകളൊക്കെ അവരാണ് എഴുതിയിരുന്നത്. ജോണിയിലെ അങ്ങനെ ഒത്തിരി പെട്ടും എൻ്റെ പ്രിയപ്പെട്ട പാട്ടുകൾ എഴുതി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വരാൻ പറ്റിയില്ലെങ്കിൽ അവൻ എഴുതിയ പാട്ടാണിത്. എനിക്ക് ഒരു 4 ലൈൻ ഇത് വൈക്കം വിജയലക്ഷ്മി പാടിയാൽ കൊള്ളുന്ന ആഗ്രഹമുണ്ട്. ഒന്ന് വന്ന് പാടിയാൽ വലിയ സന്തോഷം. ഞങ്ങൾ എന്നിട്ട് എറണാകുളത്ത് റെക്കോർഡ് ചെയ്തു. നല്ല സുഖമായിരുന്നു കേട്ടോ. നല്ല രസകരമായ. സാറിൻ്റെ 3ാമത്തെ സിനിമയല്ലേ ഞാൻ പാടുന്നത്. ഒന്ന് മുത്തുകവും പിന്നെ ഇടി ഇത്. അപ്പോൾ വളരെ സന്തോഷം ഈ ഓഡിയോ ലോഞ്ചിങ്ങിന് എനിക്ക് വരാൻ സാധിച്ചതിൽ. എല്ലാത്തിനും ഈശ്വരന് നന്ദി പറയുന്നു. എന്നെ പാടിച്ച രാഹുൽ രാജ് സാർ, ഡയറക്ടർ മാർത്താണ്ഡൻ സാർ, പ്രൊഡ്യൂസർ മോഹൻ സാർ, ഹരിനാരായൺ സാർ, പിന്നെ അഭിനേതാക്കൾ എല്ലാവർക്കും നന്ദി കേട്ടോ. പിന്നെ രഘുനാഥ് പാലേരി സാറുണ്ട്, ഞാനൊക്കെയുണ്ട്, ഹരിശ്രേഷവൻ ചേട്ടനുണ്ട്, വിജയരാമൻ സാർ വന്നില്ലേ? ആയിക്കോളാ. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും വരുമോ ഞാൻ ചോദിച്ചായിരുന്നു. പിന്നെ എനിക്കുണ്ട്, ഹരിശ്രേഷൻ ചേട്ടനുണ്ട്, പൗളി ചേച്ചിയുണ്ട്, ഷാജോൺ ചേട്ടാ. എന്നാണ് വിശേഷം? എന്റെ പൊന്നോ, നമ്മുടെ ആകാശമുട്ടായി എന്റെ പൊന്നോ. ഓ
എല്ലാം സൂപ്പറാണ്. രാജവൻ ചേട്ടനും അപ്പൊ എല്ലാ അഭിനേതാക്കൾക്കും ഇതിനെ പ്രവർത്തിച്ച ഹിരൺഭായിക്ക് നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു ഓഡിയോ ലോഞ്ചും അതുപോലെ ട്രെയിലർ ലോഞ്ചും ഒക്കെ നടന്നില്ല. എനിക്ക് തോന്നുന്നു മാർത്താണ്ഡൻ കുറച്ച് കൂടുതൽ ബ്രില്യൻസ് ഇന്ന് കാണിച്ചു വന്നു. കാരണം നമ്മുടെ ആക്ച്വൽ സിനിമയുടെ ഒരു ഫ്ലേവറുള്ള സോങ്ങുകളല്ല ഇത് രണ്ടും വന്നിട്ടുള്ളത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അതിലും മാർത്താണ്ഡൻ ഒരു ബ്രില്യൻസ് ഇവിടെ വർക്ക് ചെയ്തു എന്നൊരു ഡൗട്ട്. കാരണം കൂടുതലൊരു ആകാംക്ഷ നമ്മൾ കൊടുക്കുകയാണ്. നമ്മുടെ ട്രെയിലറും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ഫുൾ ലെങ്ത് ഒരു ഹ്യൂമർ സിനിമയാണ്. പക്ഷെ നമ്മൾ കണ്ട രണ്ട് സോങ്സും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സോങ്സാണ്. രാഹുൽ ബ്രോ ഗംഭീരമായിട്ടുണ്ട്, അടിപൊളി. ജയലക്ഷ്മി അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല, ഗംഭീരമായിരുന്നു. ഈ സോങ് നമ്മൾ വിജയലക്ഷ്മി പാടിയ സോങ് നമ്മൾ ഷൂട്ടിനിടയ്ക്കും മാർത്താണ്ഡൻ നമ്മളായിട്ട് കേൾപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു വളരെയധികം ഫീൽ ആയിട്ടുള്ളൊരു സോങ് ആയിട്ടുണ്ടെന്നുള്ളത്. ഗംഭീരമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ അഭിനയിക്കുന്ന എല്ലാ സിനിമകളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷെ ചില സിനിമകൾ ചില കാരണങ്ങൾ കൊണ്ട് വളരെ പേഴ്സണലി നമുക്ക് കണക്ട് ചെയ്യും. അത്തരത്തിലുള്ളൊരു സിനിമയാണിത്. പ്രത്യേകിച്ച് മാർത്തുമായിട്ടുള്ളൊരു ബന്ധം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ്. അപ്പം അങ്ങനൊരു പേഴ്സണൽ കണക്ഷൻ കൂടിയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി ആസ് എൻ ആക്ടർ കുറേ നാളായിട്ട് വെട്ടുംകുത്തും പേടിപ്പിക്കലും പിള്ളേരെ തല്ലലും കണ്ടു ചോപ്പിക്കലും ഒക്കെയാണ്. അപ്പം അതിൽ നിന്നും കുറച്ച് മാറിയിട്ട് ഒരു ക്യാരക്ടർ കുറേ നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം കറക്റ്റ് സമയത്താണ് മാർത്താണ്ഡനും ബിനു ശശിറാമും ഈ കഥ പറയാൻ വരുന്നത്. അപ്പം ഇത്തരത്തിലുള്ളൊരു കഥാപാത്രത്തിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തതിന് മാർത്തുവിനോടും ബിനുവിനോടുമുള്ള പ്രത്യേകം നന്ദി. ഒപ്പം മോഹൻ ചേട്ടൻ, താങ്ക് യു മോഹൻ ചേട്ടൻ, താങ്ക് യു സോ മച്ച്. മോഹൻ ചേട്ടൻ ഇന്നൊരു കഥ ബിനു പറഞ്ഞപ്പോഴാണ്, നമ്മുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അത്രയ്ക്കും നിഷ്കളങ്കനാണ്. ഷൂട്ട് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ മോഹൻ ചേട്ടനും ഫാമിലിയും ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ. കുറേ സമയം കഴിഞ്ഞൊരു ഉച്ചയാവുന്നതിന് മുൻപ് ബിനു മോഹൻ ചേട്ടനെ വിളിച്ചു, മോഹൻ ചേട്ടൻ എവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. മോഹൻ ചേട്ടൻ പറഞ്ഞു, ഞാൻ ഫാമിലിയോട് കുറച്ച് നാരങ്ങാവെള്ളം കുടിക്കാൻ വേണ്ടി കവലയിലോട്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പൊ ബിനു പറഞ്ഞു, അയ്യോ നാരങ്ങാവെള്ളമൊക്കെ ചേട്ടൻ ഇവിടെ കിട്ടുമല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് കിട്ടുമോ സിനിമയിൽ? വാ വരൂ എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് ഒന്നും അറിഞ്ഞുകൂടെ മോഹൻ ചേട്ടന്. അവസാനം എന്നാ മോഹൻ ചേട്ടൻ എന്ന പ്രൊഡ്യൂസറാണ്, എന്നാ ശരി എന്നൊക്കെ പറഞ്ഞ് വന്ന സമയത്ത് മാർത്താണ്ഡൻ ബാക്കപ്പം പറഞ്ഞു. മാർത്താണ്ഡന്റെ സ്വഭാവം അറിയാലോ, പെട്ടെന്ന് ഷൂട്ടെല്ലാം പെട്ടെന്ന് അടിച്ചു തീർക്കും. അപ്പൊ മോഹൻ ചേട്ടൻ താങ്ക് യു സോ മച്ച്. ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഈ സിനിമ നല്ലൊരു സിനിമയാണ്. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും. ഒരു സ്പെഷ്യൽ പ്രയർ ഫോർ യു. മോഹൻ ചേട്ടനും ഫാമിലിക്കും വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാവും. കാരണം അത്രയധികം മോഹൻ ചേട്ടൻ വളരെ ഇന്നസെന്റ് ഒരു പേഴ്സണാണ്. ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്നു, ഞങ്ങളെല്ലാവരും ടേക്ക് കെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. മാർത്താണ്ഡ ഇതൊരു ഗംഭീര വിജയമാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ സോങ് ഇതിനപ്പുറമായിരിക്കും സിനിമ. നമ്മൾ ഈ പേഴ്സണൽ ബന്ധങ്ങളൊന്നും പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യമില്ല. അവർ കാണുന്നത് അവർ മുടക്കുന്ന പൈസയ്ക്കൊപ്പമുള്ളൊരു സിനിമ തിയേറ്ററിൽ ഉണ്ടാവും എന്നുള്ളതാണ്. 100% നമ്മൾ ഗ്യാരണ്ടി തരുന്നു. ഒരു 2 മണിക്കൂർ സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ളതെല്ലാം ഈ സിനിമയിലുണ്ടാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. സാറിനെ പരിചയപ്പെടണമെന്നും സാറിനെ കാണണമെന്നും ഒരുപാട് ആഗ്രഹിച്ച ആളാണ് ഞാൻ. കഴിഞ്ഞ ദിവസം സാറിനെ നേരിൽ കണ്ടപ്പോൾ ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ സാറിൻ്റെ മുന്നിൽ ഇത്തരത്തിലുള്ളൊരു നമ്മുടെ ഒരു സിനിമയ്ക്ക് സാർ വന്നതിൽ ഒരുപാട് താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അരുൺ ചേട്ടാ. സന്തോഷം. ഓട്ടംതുള്ളല് വലിയ എന്താ പറയാ, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സിനിമയാണ്. കാരണം ബിനു ഞാനൊക്കെ വർഷങ്ങളായിട്ട് ഒരുമിച്ച് പ്രോഗ്രാം ചെയ്ത് തുടങ്ങിയുള്ള ബന്ധമാണ്. ബിനുവിന്റെ കുറെ നാളത്തെ അധ്വാനമാണ്. ഈ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ട് ആരെ കൊണ്ട് ചെയ്യിക്കും, ഇതിനൊരു പ്രൊഡക്ഷൻ വേണമല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് മാർത്താണ്ഡൻ ചേട്ടൻ്റെ കയ്യിൽ ഇത് വരുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് പ്രൊജക്റ്റ് ഓൺ ആവുന്നതൊക്കെ. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇതിന്റെ പ്രൊഡ്യൂസർ മോഹൻ ചേട്ടൻ സാധാരണക്കാരായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇവിടെ വന്നേക്കുന്നവരെല്ലാവരും സിനിമ പ്രേമികളാണെന്ന് എനിക്കറിയാം. നമ്മളോളം തന്നെ നമ്മളെക്കാൾ ഒരുപടി കൂടുതൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സിനിമയുമായിട്ട് വരുന്നത്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണം. തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ കണ്ട് പ്രോത്സാഹിപ്പിക്കണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നല്ല സിനിമയാണ്. എന്തായാലും സിനിമ നന്നാവട്ടെ. താങ്ക് യു മാർത്താണ്ഡൻ ചേട്ടാ, ബിനു, ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കോമഡി സിനിമ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ സീരിയസ് വേഷങ്ങൾ ഞാൻ ചെയ്തു. അതിൻ്റെ ഇങ്ങനെ മാർത്താണ്ഡൻ വിളിച്ചിട്ട് ഇങ്ങനൊരു കഥ
പറയാൻ ബിനു വരുന്നുണ്ട്, ഒന്ന് കേട്ടു നോക്കുക. ഞാൻ കേട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ മാർത്താണ്ഡനെ വിളിച്ചു. മാർത്താണ്ഡൻ സൂപ്പർ, നന്നായിട്ടുണ്ട്. അതിൽ അശവൻ ചെയ്യുന്ന വേഷം, അപ്പോൾ എന്നോട് പറഞ്ഞ് ഏത് വേഷമെന്ന് പറയണ്ട എന്ന് പറഞ്ഞു. അവിടെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, കഥ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ബിനു പറഞ്ഞു, മാർത്താണ്ഡൻ പറഞ്ഞു അത് ബാബുളിയനാണ് അശവൻ ചെയ്യണത്. ഞാൻ വെരി ഗുഡ്, അത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കോമഡി വേഷം. പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട്, സ്ഥിരം ചെയ്യുന്ന ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേൺ അല്ല, ഇപ്പോഴത്തെ ആക്ട്രസുകൾ ചെയ്യുന്ന പാറ്റേണിലല്ല. എനിക്ക് വേണ്ടത് പഴയ സ്റ്റൈലിൽ അശോകൻ ചേട്ടനെയാണ്. പണ്ട് ഞാനും ദിലീപൊക്കെ കൂടി അഭിനയിച്ചിട്ടുള്ള ആ സ്റ്റൈലിൽ വേണം പ്രസൻറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വന്ന് മേക്കപ്പ് ചെയ്ത് ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നവരെ എനിക്ക് ടെൻഷനായിരുന്നു, അതെങ്ങനെയായിരിക്കും, കുഴപ്പമുണ്ടാവും. പക്ഷെ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ആ ഇഷ്ടം പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. പടം ഡബ് ചെയ്തപ്പോൾ ഭയങ്കര രസമായിട്ടുണ്ട്. ഡബിങ് തിയേറ്ററിൽ നിന്നും എഡിറ്റിങ്ങറും എല്ലാവരും പറഞ്ഞു ആ ഭയങ്കര നന്നായിട്ടുണ്ട്. ടോട്ടലി പടം ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു കുടുംബം പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു വലിയ ചെറിയ സിനിമയൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു ചെറിയ വലിയ സിനിമയാണ്. അത്ര ഗംഭീരമായിട്ട് കോമഡിയെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനകത്തൊരു പറയാൻ പറ്റാത്തൊരു കഥയുമുണ്ട്. ആ കഥയിലൂടെ അത് നീങ്ങുകയാണ് ഈ സിനിമ. ഇതെൻ്റെ പേരായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഞങ്ങളുടെ കുറേ സംഭവങ്ങളുണ്ട് ഇതിൽ. പക്ഷെ ഇനി സിനിമ കാണുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഞാൻ എൻ്റെ ഭാര്യ കൊടുക്കാം. നമസ്കാരം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതലുള്ള ആൾക്കാരുടെ കൂടെ ഇപ്പോൾ വിജയരാഘവൻ ചേട്ടനാണെങ്കിലും അശോകൻ ചേട്ടനാണെങ്കിലും ഷാജോൻ ചേട്ടൻ, ഇവിടെയൊക്കെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതിന് എന്നെ ഇതിലേക്ക് വിളിച്ച മാർത്താണ്ഡൻ സാറാണെങ്കിലും അതുപോലെ ഹിരൺ ചേട്ടനാണെങ്കിലും ഒരു വലിയ താങ്ക്സ്. അതുകൂടാതെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ വിനോദ് ശശിറാം അല്ല ഇപ്പോൾ ഓക്കെ. അപ്പോൾ വിനുവിനെ പല സമയത്തും പല പേരുകളിലാണ് നമ്മൾ അറിയപ്പെടാറ്. അപ്പോൾ വിനു ഞാൻ ഈ പറയുന്നത് വിനു ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ വിനു ആണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. അതുപോലെ തന്നെ വിഷ്ണു ആണെങ്കിലും നമുക്ക് നേരത്തെ പരിചയമുണ്ട്, അറിയാം. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു സിനിമയിൽ ഇതുപോലെയുള്ള ലെജൻസിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് അഭിനയിക്കുമ്പോൾ അശോകൻ ചേട്ടനൊക്കെ തലേ ദിവസം സ്ക്രിപ്റ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചേട്ടൻ വന്നിട്ട് അയ്യോ ഇന്നലെ ഞാനത് പ്ലാൻ ചെയ്തതായിരുന്നു, ഇന്ന് ഇടാൻ മറന്നുപോയി, സാരമില്ല അടുത്ത ഷോട്ടിലിടാം എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ശരിയാണല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ബോധം വേണം എന്നുള്ള കാര്യം ഇവരൊക്കെ ചെയ്യുമ്പോഴാണ് അറിയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അശോകൻ ചേട്ടനാണെങ്കിലും ഷാജു ചേട്ടനാണെങ്കിലും വിജയരാഘവൻ ചേട്ടനൊക്കെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റി. അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഈ സിനിമ എല്ലാവിധ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാനും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് മാർത്താണ്ഡൻ തന്നെയാണ്. അറിയാം, എല്ലാവരും പറഞ്ഞവൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ മാർത്താണ്ഡനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ നമുക്ക് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ മോഹനൻ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ സാധുനിഷമുള്ള എല്ലാ കാര്യത്തിലും, ഇപ്പം നാരങ്ങവെള്ളം കുടിച്ച കഥ കേട്ടില്ലേ, അത് തന്നെ ഭയങ്കര സിമ്പിളാണ്, ഒന്നും അറിയാൻ പാടില്ല കുറിച്ചിട്ട്. പക്ഷേ മാർത്താണ്ഡൻ ചേർത്ത് പിടിച്ചപ്പോഴാണ് ഈ സിനിമ പൂർണ്ണമായത്. അതുപോലെ തന്നെയാണ് മ്യൂസിക് ഡയറക്ടർ. അങ്ങനെയുള്ള എല്ലാവരും ഹിരൺ ഒരു ടീമാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങളൊരു ഫാമിലി സബ്ജക്റ്റ് ആയിരുന്നു ഇത് ആണ്. അതുപോലെ ഞങ്ങളൊരു ഫാമിലി ആയിട്ടാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ വന്നൊരു ഫാമിലിയാണ്. അതുപോലെ തിരിച്ചു വന്നു. പടം തീർന്നപ്പോഴും നമുക്കൊരു വിഷമമുണ്ടായി, ഈ ഫാമിലി പിരിയുന്ന പോലെ ഒരു വിഷമമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സിനിമ തിയേറ്ററിൽ വന്നാൽ 2 മണിക്കൂർ നേരം തീർച്ചയായിട്ടും ഒരു കുടുംബം തീർന്ന് കണ്ടിട്ട് കുടുംബവിശേഷങ്ങൾ കണ്ടു പോകുന്ന പോലെ തന്നെ ഇരിക്കും. നല്ല സിനിമയാണ്, എല്ലാവരും തിയേറ്ററിൽ കാണണം. ഇതൊരു ഹിറ്റാക്കി തരണം. താങ്ക് യു. ചെറിയൊരു പണക്കത്തിനാണ്, അതിന് കാരണമുണ്ട്. സിനിമ റിലീസ് ആവാൻ നമുക്ക് മനസ്സിലാവും അല്ലേ? ആർക്കാണ് പണക്കം? ഒരു പണക്കില്ല, പിന്നെ എനിക്ക് അമ്മച്ചോട് മാത്രമേ കുറച്ച് പണക്കുള്ളൂ. കോളി ചേച്ചിയോട് അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിന്. ഈ ഓട്ടത്തുള്ളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിനൊരുപാട് വലിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് ഒന്നാമത്തത് നമ്മളെ മാർത്താണ്ഡ സാറാണ്. ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച മാർത്താണ്ഡ സാറിൻ്റെ കൂടെ ഈ വർക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾ
ചെറുപ്പം മുതലേ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് ചിരിപ്പിക്കുകയും ഇപ്പോഴാണ് ചിന്തിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ചെറുപ്പത്തിന് മുതൽ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരുപാട് വലിയ വലിയ ആക്ടറുടെ കൂടെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റി. അവരുടെ കൂടെ അതായത് വലിയ പ്രസംഗത്തിന് വേണ്ടി എനിക്ക് പറയാം അവരുടെ അടുത്ത് കുറെ കാര്യങ്ങൾ പഠിച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ പഠിച്ചിട്ടില്ല, അഭിനയത്തിന്റെ കാര്യം. പക്ഷെ ഇവരുടെ അടുത്ത് പഠിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ശരിക്കും എന്റെ മനസ്സിൽ തോന്നിയ കാര്യം പറയുന്നത്. അപ്പോൾ വലിയ വലിയ ആക്ടറിന്റെ കൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്ന് വേണമെങ്കിൽ എനിക്ക് തള്ളാം. പക്ഷെ അതൊന്നും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. എത്ര വലിയ ആർട്ടിസ്റ്റ്, ഇപ്പോൾ നമ്മുടെ വിജയരാഘവൻ സാർ ആണെങ്കിലും ഒരുപാട് വലിയ വലിയ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളോട് പെരുമാറിയത്, ഒരുപാട് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളോടൊക്കെ പെരുമാറുന്നത് പ്രൊഡക്ഷനിൽ നിന്ന് വരുന്ന ആൾക്കാരോടായാലും ഡയറക്ടർ സാറിനോടായാലും നമ്മളോടായാലും നമ്മളൊരു ഗുഡ് മോർണിംഗ് പറയാൻ മറന്നാൽ പോലും പറയാൻ മറക്കുന്നത് ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും. ഏത് മൂഡിലാണ് നിങ്ങൾ ഇരിക്കുന്നത് പറയാൻ പറ്റില്ല. അല്ല, ഇവരൊക്കെ ഇപ്പൊ ഏത് മൂഡിലാണ് ഇരിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പോയി ഗുഡ് മോർണിംഗ് പറഞ്ഞത് അവസരം അങ്ങനെയായിരിക്കും, അങ്ങനെ പറയൂലേ, അതായിരിക്കും എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയായിരിക്കും പറയാൻ മടിക്കുന്നത്. പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് വന്നൊരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഞാൻ ചെറുതായി പോയ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് സാർ ഒരുപാട് പ്രാവശ്യം. ഷൈജൻ ചേട്ടനോട് മാത്രമല്ല എല്ലാവരും. സിനിമ വിളിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞെന്താ അറിയോ, എക്സ്പ്രഷൻ ചേട്ടാ മുതലാളി ജഗ ജഗ ജഗ. അതെന്റെ അതുപോലെ ആരോ പറഞ്ഞ പോലെ ഇത് എന്റെ കോള് വന്നത് കറക്റ്റാണോ. ഹിരൺ ചേട്ടൻ വിളിച്ചു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഞാൻ ഇവിടെ വന്നപ്പോ സെറ്റിലൊക്കെ ഈ പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുമ്പോൾ അഴകിയരാണെന്ന് ഞാൻ വിചാരിച്ചു വന്ന പ്രൊഡ്യൂസർ സത്യം പറഞ്ഞ എൻ്റെ നാട്ടുകാരനാണെന്ന് ഞാനിവിടെ വന്നിട്ട് മനസ്സിലാക്കിയത്. മോഹനൻ ചേട്ടൻ എൻ്റെ സ്വന്തം നാട്ടുകാരനാണ്. ഭാര്യ സൈനേച്ചി ആദ്യം വന്ന് സംസാരിച്ച്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഇവിടുന്ന് പറയാതെ പിടിച്ചിങ്ങനെ സംസാരിക്കുമായിരുന്നു എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത്. പക്ഷെ സജനേച്ചനോട് വന്ന് ഭയങ്കരമായിട്ട് ഇവരുടെ ചോദിക്കുമ്പോ എനിക്കത് എന്റെ വൈബിന് ഒരാളെ കിട്ടിയ പോലെ തോന്നി. ഞാൻ അന്ന് വലിയൊരു ശ്വാസം കൊണ്ട് കഴിച്ചു. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ മോഹന ചേട്ടന്റെ വൈഫാണ്, പ്രൊഡ്യൂസറാണ്, കൂടെയില്ലാണ്. പിന്നെ ബിന്ദു ചേച്ചി ഒപ്പം കുറച്ച് മസിലടിച്ചു. കണ്ണൂർ കരുതിയായി. മനോജ് ചേട്ടനുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ സ്വന്തം നാട്ടുകാരുണ്ട്. പിന്നെ ഒരുപാട് സന്തോഷമാണ് എൻ്റെ ഓട്ടം തുള്ളൽ സിനിമ ഞാനും കൂടിയുള്ള നമ്മളെ സിനിമ ഒരുപാട് പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കട്ടെ. കുറെ കാലങ്ങൾക്ക് ശേഷം അടിച്ചുപൊളി മാസ് വിചാരിക്കാൻ പറ്റാത്ത സാധനങ്ങളൊന്നും അല്ല, നമ്മളെ എല്ലാ കുടുംബത്തിലും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ തമാശകളും ഒക്കെ ആയിട്ട് വരുന്ന ഒരു സിനിമയാണ്. എല്ലാവരും കാണും. നിങ്ങളല്ലല്ലോ അല്ലേ, നാട്ടുകാരല്ലേ കാണുന്നല്ലേ. അപ്പോൾ എല്ലാവരോടും പറയുന്നു എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക, കണ്ട് അഭിപ്രായം പറയും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഏകദേശം മനസ്സിലാക്കി കാണുമല്ലോ ഈ ഭർത്താവിന്റെ ലൈഫ് എങ്ങനെ ആയിരിക്കും. ബാക്കി നിങ്ങളെ സിനിമ മോസ്റ്റ് ലവബിൾ ഫാമിലി. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു ആൻഡപ്പൻസ് ഫാമിലി, ടിനി ടോം ആൻഡ് ലതാ ദാസ് ആൻഡ് ടിൻറ്റു. പ്ലീസ് ജോയിൻ മീ ഓൺ സ്റ്റേജ്. എന്റെ മോളാണ്. 2 മാസം കൊണ്ട് എത്ര വലുതായി. പിള്ളേരൊക്കെ ഇങ്ങനെയാണ് പെട്ടെന്ന്. സാർ, ഞാനൊരു ഫാനാണ് ശരിക്കും. സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഓബേരിയിൽ അഭിനയം കണ്ടിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റ്. കാരണം തോക്ക് പിടിച്ചുകൊണ്ടുവന്ന ദുഷ്ടനൊന്നുമല്ല, എന്തൊരു ക്യൂട്ടായിട്ടുള്ള ഒരാളാണ്. ഇനിയും ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. കാരണം എന്റെയൊക്കെ ഫാമിലിയിലുള്ള ഒരുപാട് കാരണവന്മാരുടെ ആ ലുക്കാണ് ഗ്രേസ്. അപ്പൊ അതിന്റെ റിക്വസ്റ്റ് ആണ് ആക്ടിങ് തുടരണം. പിന്നെ നന്ദി പറയുന്നത് മോഹനചേട്ടന് തന്നെയാണ്. കാരണം നിർമ്മാതാവില്ലെങ്കിൽ ഒരു സിനിമ ഒരിക്കലും ഉണ്ടാവില്ല. എത്ര നന്ദി പറഞ്ഞാല്. കാരണം ഒരുപാട് വലിയ ടൈറ്റിൽ എന്നുള്ള ആക്ടേഴ്സ് എല്ലാം കഴിവുള്ളവർ തന്നെയാണ്. പക്ഷെ ആ റിസ്ക് എടുക്കാൻ മനസ്സ് കാണിച്ചതിന് നിർമ്മാതാവ് എന്ന് പറയുന്ന ഒരു മാതാവാണ്. ആ മാതാവ് ഉണ്ടെങ്കിലേ ഒരു സിനിമ ഗർഭം ധരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരെ ഞാൻ 100% ഡെഡിക്കേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ മാർത്താണ്ഡൻ എന്ന് പുണ്യാളനായിട്ട് പ്രഖ്യാപിക്കുന്ന ദിവസം എല്ലാവരും നല്ല വർക്ക്. ഇങ്ങനെ ഒരു ദിവസം എനിക്ക് കിട്ടൂല. അപ്പൊ എല്ലാവരും സിനിമാക്കാരനായിട്ടാണ്, പക്ഷെ ഞാനൊരു ഹ്യൂമൻ ബീങ് ആയിട്ടാണ് കാണുന്നത്. കാരണം എന്റെ പ്രതിസന്ധി കണ്ടെങ്കിൽ ആ ജോണി എസപ്പ എന്ന് പറയുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി കിടക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടരുന്ന പ്രാഞ്ചിയൻ ആൻഡ് ദ സെയിന്റ് എന്ന് പറയുന്ന സിനിമയിൽ
മമ്മൂക്കയുടെ ഡ്രൈവറായിട്ട് ഞാൻ വന്നപ്പോൾ അവിടെ എല്ലാം ലെജൻസ് ആയിരിക്കുന്നത്, മമ്മൂക്കയും വേണു സാറും അതുപോലെ തന്നെ രഞ്ജിത്ത് സാറൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന ഒരാളാണ്. അതിനുശേഷം ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജിനോടൊപ്പം ആര് വേണം എന്നുള്ള ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ രഞ്ജിത്ത് സാറിന് എന്നെ അറിയാമെങ്കിലും ആൻഡ്രൂ ജോസഫ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ മാർത്താണ്ഡനും കൂടി എന്നെ റെക്കമെൻഡ് ചെയ്യുകയും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സീറ്റ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഏത് സിനിമ ലൊക്കേഷനിൽ ചെന്നാലും ഒരു സ്റ്റൂളോ ഒരു കട്ടൻ ചായ കിട്ടാതിരിക്കാൻ സാധ്യതയില്ല. അതിന് കാരണക്കാരനായ ഒരാൾ കൂടിയാണ്. പിന്നെ പേഴ്സണലി സിനിമ ഒരുപാട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ ഇവരിപ്പോൾ ഈ ഫാമിലി പെടുന്നവരല്ല, ഞങ്ങൾ ഈ രണ്ടാനമ്മയുടെ മക്കളെ പോലെ മാറി അയൽപക്കക്കാരാണ്. ഇവര് ഭയങ്കര കുറെ കണ്ണൂരിനോട് കണ്ണൂർക്കാരെ ഇറങ്ങിയിട്ടുണ്ട് മാർത്താണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കും, അപ്പുറത്ത് വലിയൊരു കൂട്ടുകുടുംബം ആഘോഷവും. നിങ്ങൾ ഈ 3 പേര് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല, ഇതിലും ചെറുതായിരുന്നു വലുതായി പോയത്. അപ്പോ ദാരിദ്ര്യമൊക്കെ ഉള്ള ഒരു ഫാമിലി നമ്മളിങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ തരും. ഒരു കലാകാരന് അവസരം കൊടുത്താലേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് മാർത്താണ്ഡൻ. അതുകൊണ്ട് ജോണി സോബേല് ചാക്കോച്ചന്റെ ചേട്ടനും അതിൽ പെർഫോമൻസ് കഴിഞ്ഞ് എനിക്ക് കൂടുതലുണ്ടായിരുന്ന സ്പേസ് അത് റിപ്പീറ്റ് വാച്ചാണ് ഏഷ്യാനെറ്റില്. ഇപ്പൊ ഇതിലും സ്പേസ് അല്ല. ബിനു ശശിറാം പറഞ്ഞ് ഞാൻ കാരണമാണ് ഈ കഥ തിരിഞ്ഞു വരുന്നത്. ശരിയാണ് റൈറ്റർ പറഞ്ഞത്. ആ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും സിനിമ കണ്ടിട്ടില്ല, കാരണം എല്ലാമായിട്ട് കാണാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആണല്ലേ, സ്ഥിരം പരിപാടിയാണ്. പിന്നെ അശോകൻ ചേട്ടൻ എന്ന് പറയുന്ന അശോകൻ ചേട്ടൻ ശരിക്കും എൻ്റെ ബ്രദർ പോലെ തന്നെയുള്ള ഒരാളാണ്. മിമിക്രിയിലും സിനിമയിലാണെങ്കിലും അത് അതിന്റെ ആദ്യ ചിത്രത്തിൽ എനിക്ക് നല്ല വേഷം തന്നത്. പക്ഷെ ഇന്ന് എനിക്കൊരു ടിപ്പ് പറഞ്ഞു. ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ നോക്കാറുണ്ട്. അശോകൻ ചേട്ടൻ ഈയിടെയായിട്ട് ഭയങ്കര ഉഗ്രൻ ഡ്രസ്സിങ്. അപ്പൊ ഞാൻ ചോദിക്കും ഇത്ര ട്രെൻഡി ആയിട്ട് എങ്ങനെ ധരിക്കണം എന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, മോൻ ചോദിക്കും അച്ഛൻ എന്തിനാണ് ഈ പഴയതിട്ടുണ്ടോ? എനിക്ക് സെലക്ഷൻ അറിയാൻ പാടില്ലടാ, അപ്പൊ നീ എങ്ങനെയെങ്കിലും നല്ല സെലക്ഷൻ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്തുകൊണ്ടിരാന്ന് പറയും. അപ്പൊ അവൻ പോയി മേടിച്ചിട്ട് എനിക്ക് 10 പൈസ ചെലവില്ല, എനിക്ക് നല്ല ഡ്രസ് ഇട്ടിട്ട് നടക്കാം. നല്ല ടിപ്പ്. എനിക്ക് മകനുണ്ട്, നിങ്ങളാണല്ലോ ട്രെയിനിങ് തരുന്നത്. അപ്പൊ ഇതുപോലുള്ള ഒരു ഫാമിലി അറ്റാച്ച്മെന്റ്സ്, ഞാനിത് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ സിനിമയിൽ ഉടനീളം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ മാണ്ടന്റെ ചേച്ചി എന്നാണ് മാണ്ടൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ. ചേച്ചി എന്റെ ചേച്ചിയുടെ പോലെ തന്നെ വീട്ടിൽ പോയിട്ടുണ്ട്. ഞങ്ങള് ഫാമിലി ആയിട്ടും വളരെ ക്ലോസ് ആണ്. ചേച്ചിയുടെ പ്രാർത്ഥന എപ്പോഴും മഹാറാണി നടക്കുമ്പോഴും ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ മാണ്ടൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് സിനിമയിലുള്ള ഒരു ബന്ധമല്ല, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ടിനിയുടെ കൂടെ ഞാൻ ഉണ്ടാവുമെന്ന്. അത് പല സമയത്തും എന്തെങ്കിലും പ്രശ്നം ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയുന്ന മലയാള സിനിമയിൽ എനിക്ക് ഒരുപാട് ഡയറക്ടേഴ്സിന്റെ എന്റെ ഗുരുനാഥൻ രഞ്ജിത്ത് സാർ ഒക്കെ ഉണ്ട്. പക്ഷെ ഏറ്റെടുക്കാമെന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബീയിങ്, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നല്ല നേതാവാം, നല്ല രാഷ്ട്രീയക്കാരനാവാം, പക്ഷെ നല്ല ഹ്യൂമൻ ബീയിങ്ങിനെ എനിക്ക് കിട്ടിയതാണ്. ഇങ്ങനെ ഒരാൾ എനിക്ക് മതി ജീവിതത്തിൽ, നട്ടലോടുകൂടി എന്റെ കൂടെ നിൽക്കുന്ന. അപ്പോ സിനിമയേക്കാൾ കൂടുതൽ എന്റെ എഫക്ഷൻ എന്ന് പറയുന്നത് മാണ്ടൻ എന്ന് പറയുന്ന ബ്രദറാണ്. നിങ്ങളെല്ലാവരും പുകഴ്ത്തുമ്പോൾ എനിക്ക് പറയാനുള്ള സിനിമാക്കാരൻ എന്നുള്ള നിലയിലല്ല, എന്റെ പേഴ്സണലി ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും ഇത് വിജയിക്കേണ്ട പടം തന്നെയാണ്. അതിന്റെ എല്ലാ ചേരുവകളും ഉണ്ട്, ഇതിന്റെ ഇതിൽ ക്രൂ മെമ്പേഴ്സും ഉണ്ട്. എല്ലാവരും കാശ് കൊടുക്കാതെ പണിയെടുത്തിട്ടുള്ളവരാണ്. ഇത് വിജയിക്കേണ്ട ഞങ്ങളുടെ കുടുംബത്തിന്റെ, നിങ്ങൾ വലിയ കുടുംബക്കാരാണ് അപ്പുറത്തുള്ളത്, പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിന്റെയും അത്യാവശ്യമാണ്, എന്റെ പേഴ്സണൽ കുടുംബത്തിന്റെയും അത്യാവശ്യമാണ് വിജയിക്കും. കാരണം അതുപോലുള്ളൊരു കൂട്ടായ്മ, പ്രത്യേകിച്ച് രാഹുൽ രാജ് നിങ്ങളെപ്പോലൊരു ഹിറ്റ് മേക്കർ ഇതിന്റെ കൂടെ നിന്നതാണ് ഏറ്റവും വലിയ. കാരണം മ്യൂസിക്കിന്റെ ജോണർ വിജയലക്ഷ്മി നമസ്കാരം. എന്തൊരു പാട്ടാണ് പാടി വെച്ചത്. അത് നമ്മൾ വേറൊരു ട്രാൻസ്ലേറ്റ് കൊണ്ടുപോകുന്നത്. സ്ഥിരമുള്ളൊരു പാറ്റേൺ അല്ല. ഇപ്പൊ ഷാജു പറഞ്ഞാല് എന്താണെന്ന് മനസ്സിലാവാത്തൊരു വഴിയിലേക്ക് കൊണ്ടുപോയ 2 പാട്ടുകൾ. ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ ട്രെൻഡി ആയിട്ട് ഒരു പ്രൊമോ സോങ്ങും ചെയ്തിട്ടുണ്ട്. അശോകൻ ചേട്ടനും വിഷ്ണു കൃഷ്ണൻ യോയോ ആയിട്ട് വരുന്നത്, അത് കാണിക്കുന്നുണ്ടെന്ന്. അത് കാണിക്കണില്ല, നന്നായി. അപ്പൊ താങ്ക് യു വെരി മച്ച്. ഈ ഒരു സാങ്കേതിക ഇത്രയും പേര് വന്നാൽ മതി. ഫസ്റ്റ് ദിവസം ഹിറ്റാണ് പടം. ഇത്രയും പേര് തിയേറ്ററിലെത്തുക, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് ഇൻഷാല്ലാഹ്. താങ്ക് യു സോ മച്ച്. ലതാദാസ് ഒരുപാട് സിനിമകളിലും നല്ല നല്ല വേഷങ്ങൾ അല്ല, ദിലീപേട്ടന്റെ സിനിമകളിലും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ പല ടൈമിൽ പല ടൈപ്പ് ആയിരിക്കുന്നത്. ഇടയ്ക്ക് ചെറുതായിട്ട് വരും, ഇടയ്ക്ക് വണ്ണം വെപ്പിക്കും അല്ലേ. അങ്ങനെ ഈ ക്യാരക്ടറിന് വേണ്ടി ട്രാൻസ്ഫോം ചെയ്യുന്ന സിൻസിയർ ആയിട്ടുള്ള ഒരാളാണ്. അത് തന്നെയല്ലേ കാര്യം.
പറക്കുണ്ടെങ്കിൽ തടി വെക്കും, പറക്കില്ലെങ്കിൽ ശരി. എന്ന് ഞാൻ ഇതേപോലെ തന്നെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാവരെയും ഇപ്പൊ ഇവിടെ വെച്ച് ഇങ്ങനെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും ഈ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ സിനിമ നമ്മൾ ലൊക്കേഷനിൽ പോയാൽ എല്ലാവരും കാരവനിലിരിക്കും, മൊബൈലിൽ നോക്കും. ഈ ലൊക്കേഷനിൽ അങ്ങനെയല്ല. അവിടെ കട്ട് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മരത്തിന്റെ കീഴിൽ കസേരക്കുള്ള തല്ല, അങ്ങനെ അതേ ഒരു വൈബ് തന്നെയാണ് സിനിമയുടെ ഉള്ളിലുള്ളത്. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വേറൊരു ഫാമിലിയാണ്, അവർ വേറൊരു ഫാമിലി. അത് കട്ട് പറയുന്നവരെ മാത്രം. കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലിയാണ്. ഇത് ഈ ഒരു സിനിമയിലേക്ക് എന്നെ വിളിച്ചത് മാർത്താണ്ഡ സാറാണ്. നമ്മളിപ്പോൾ അവാർഡ് അങ്ങനെ ഒരുപാട് വലിയ ഹിറ്റ് പടങ്ങളുടെ ഡയറക്ടർ എന്നുള്ള നിലയിലാണ് മാർത്താണ്ഡ സാറിന് അറിയും. ഈ സിനിമയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, നിങ്ങൾ വേറൊരു ഫാമിലിയാണ്, എന്തായാലും അതൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം തന്നെയാണെന്ന് തോന്നി. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി സാറിൻ്റെ ഒരു പടത്തിൽ നമുക്ക് അഭിനയിക്കാനുള്ള ഒരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് പറ്റാന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു സക്സസ് ആവണം. എൻ്റെ കഴിഞ്ഞ പടം നല്ലൊരു ഹിറ്റായിരുന്നു, വാഴ 2. അപ്പൊ അതേപോലെ തന്നെ ഈ പടം നല്ലൊരു ഹിറ്റ് ആവുന്നുള്ള പ്രാർത്ഥനയുണ്ട്, പ്രതീക്ഷയുണ്ട്. അപ്പൊ ഇതിലുണ്ടായിരുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, പ്രൊഡ്യൂസർക്കും, എല്ലാവർക്കും, പ്രത്യേകിച്ച് മാർത്താണ്ഡ സാറിനോട് ഒരുപാട് നന്ദി. എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ടിൻഡു. താങ്ക് യു. എൻ്റെ പേര് ടിൻഡു എന്നാണ്. പേര് പറഞ്ഞില്ലെങ്കിൽ ആരും അറിയില്ല. ആദ്യത്തെ വളരെ തുടക്കത്തിലുള്ള ഒരു ഇതാണ്. നേരത്തെ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. മാർത്താണ്ഡൻ സാർ ആദ്യമായിട്ട് വിളിക്കുമ്പോൾ വലിയ ചാടയ്ക്ക് സാറിനെ അറിയാമെന്നുള്ള ഇതിൽ പോയി. സാറ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് ഡേ ഷൂട്ടിന് പോയപ്പോൾ സാറിൻ്റെ അടുക്കാൻ പറ്റില്ല. പേടിയാണോ ബഹുമാനമാണോ, സാർ വേറൊരു വേഷം എടുത്തത്. സാറിൻ്റെ മറ്റ് രൂപവും ഭാവവും എല്ലാം മതി. സാർ അതിൻ്റെ അകത്ത് ഫുള്ളി ഇൻവോൾവ് ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട ഫ്രണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗൈഡിനല്ല അവിടെ കാണാൻ പറ്റുന്നത്. എല്ലാം ഒരു കരിയൻ അവിടെ കിടന്നാൽ പോലും സാർ അത് കണ്ടുപിടിക്കും. എനിക്കൊരു വിഷമം ഞാൻ സാറിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകെ 3 സീനേ ഉള്ളൂ കേട്ടോ. കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഇടാൻ ആദ്യ ദിവസം തൊട്ടേ സാർ സമ്മതിക്കില്ല. കണ്ണൊക്കെ എഴുതി വേഷമൊക്കെ ഇട്ട് നമുക്ക് എന്തുവാണ് മൂവിയിൽ വരുമ്പോൾ കാണാൻ ഇച്ചിരി ഭംഗിയൊക്കെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി വരുമ്പോൾ സാറ് നേരെ ആ കണ്ണെഴുതിയത് മാറ്റി തലമുടി എല്ലാം മാറ്റി എന്നെ അങ്ങ് കോലക്കെടുത്തി ഒരു സീനിലാക്കി. എനിക്ക് സങ്കടം വന്നു. ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ആകെ ഇട്ടായിരുന്ന കണ്ണെഴുതിയത് അതെങ്കിലും വെച്ചൊന്ന് കണ്ടോട്ടെ, കാരണം എല്ലാവരും കാണുമ്പോൾ ഇത് ഏതാ ഇതൊന്ന് തോന്നരുതല്ലോ. അതുകൊണ്ടാണ് ടിനിച്ചേട്ടൻ പറഞ്ഞത് നേരത്തെ കണ്ടത് ഇപ്പം കണ്ടത് മനസ്സിലായത്. ഇപ്പൊ മേക്കപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അതെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും സിനിമ കാണണം. മോഹനൻ ചേട്ടനാണെങ്കിലും മാർത്താണ്ഡൻ സാറാണെങ്കിലും ഹിരൺ ചേട്ടനാണെങ്കിലും ഷാജൻ ചേട്ടനോടെയാണ് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്തിട്ടുള്ളത്. അതിലൊരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ പോളി ചേച്ചി താങ്ക് യു. എല്ലാവരും പറഞ്ഞത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞ മൂവിയിലോട് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ആ ഒരു പ്രത്യേകത ഉണ്ടാകും. വലിയ ആൾക്കാരല്ലേ എന്ന് വിചാരിച്ചു വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഡൗൺ ടു എർത്താണ്. താങ്ക് യു സോ മച്ച്. ആ ഒരു സ്നേഹം നമുക്ക് എല്ലാവർക്കും ഈ മൂവിയിൽ കാണിക്കാം. താങ്ക് യു. സിനിമ നന്നായി വരട്ടെ, സിനിമ നന്നായി വരട്ടെ. അപ്പോഴാണ് ഇതിനൊക്കെ എല്ലാ തരത്തിലും കുറച്ചുകൂടെ സന്തോഷവും അർത്ഥമൊക്കെ ഉണ്ടാവുക. നമസ്കാരം. എല്ലാ മുഖങ്ങളും മിക്കവാറും എല്ലാവരും അറിയാം. അശ്വന്ത് ചേട്ടൻ ഞാനിവിടെ ചെറിയൊരു സീൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ ഫ്ലോറിൽ മറ്റേ ഫ്ലവേഴ്സിൻ്റെ ഫ്ലോറിലുണ്ടായിരുന്നു. ഇനിയും എന്നെ അറിയാം. ഞാൻ രജിച്ചേട്ടൻ്റെ കസിനായത് കാരണം അറിയാം. പിന്നെ വൈക്കം വിജയലക്ഷ്മി എല്ലാവരും ഫാമിലി എല്ലാവരും എൻ്റെ വീട്ടിലൊക്കെ വരാറുണ്ട്. ഒരുപാട് സന്തോഷം. ലേഖ ചേച്ചിയാണ്. നമസ്കാരം. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ടത് മാത്തൻ, എൻ്റെ മാണ്ടോ എന്ന് വിളിക്കുന്ന മാത്തൻ എൻ്റെ കുടുംബമാണ്. ഞങ്ങളൊരു ഫാമിലിയാണ്. ഈ സിനിമയിലേക്ക് എന്നെ വിളിച്ച് ഞാൻ ചെറിയ ചെറിയ സീനുകളൊക്കെ പല സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ സിനിമയിലേക്ക് വിളിച്ചപ്പം എനിക്ക് കഥയും ഇതൊന്നും ഞാൻ ഒന്നും ചോദിച്ചില്ല. ഞാൻ വരാം എന്ന് മാത്രം പറഞ്ഞു. നീ വരൂ, വന്നിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോൾ ആദ്യം തന്നെ പേടിച്ചു പോയി. കാരണം ഇത്രയും വലിയൊരു ഡയറക്ടറുടെ ഭാര്യയായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ പൊന്ന്
സാറാണെന്നുണ്ടെങ്കിൽ ഒരു ഡയലോഗ് പോലും നോക്കത്ത് പോലും ഇല്ല. ഞാനാണെങ്കിൽ കുത്തിയിരുന്ന് പഠിച്ചിട്ട് പോലും എനിക്ക് അങ്ങോട്ട് ശരിയാകാൻ പറ്റാതെ പേടിയാണ്. കാരണം സാറ് ഒരു ഡയലോഗ് സാർ നോക്കിപ്പോലും ഞാൻ കണ്ടില്ല. സാറിൻ്റെ ഇങ്ങനെ വായിന്ന് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുക, കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള വന്നോണ്ടിരിക്കുക. ഞാൻ അന്തം വിട്ടുപോയി. ദൈവമേ, ഇതൊക്കെയാണ് സിനിമ. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ സിനിമ ഒരു വലിയ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഭിനയിച്ച എല്ലാ ആളുകൾക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാത്തൻ കുഞ്ഞ് ചേച്ചിയെ ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചു ചോദിച്ചു, വരുന്നോ ചേച്ചി എന്ന് ചോദിച്ചു. എൻ്റെ കൂടെ ഞങ്ങൾ അടുത്തടുത്താണ് വീട്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ വരുന്നു മോളെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബാ, ഞാൻ ധൈര്യമായിട്ട് കൊണ്ടുപോകണം. ചേച്ചിയെ എന്താ പറയുക, വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ കൊണ്ടുവന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷം. എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, എൻ്റെ ചേച്ചിമാർ, 2 ചേച്ചിമാരും ഉണ്ട്, പിന്നെ ഈ ഭർത്താവിനും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എനിക്ക് മാത്രം ഫാമിലി ഇല്ല, എല്ലാവരും പിരിഞ്ഞുപോയി. എൻ്റെ മക്കളായിരുന്നു, 5 മക്കളുടെ അമ്മ. അതായത് ഏറ്റവും മൂത്ത മോൻ വിജയരാഘവൻ ചേച്ചി, ഇങ്ങനെ അതിൻ്റെ താഴേക്കുള്ളവരാണ്. അപ്പോൾ വളരെ സന്തോഷം. നല്ലൊരു സിനിമയാണിത്. കഥ പറയാനായിട്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ മാത്രം പറഞ്ഞ്, ഞാനൊരു സാധനം അങ്ങനെ തരും, അതിങ്ങനെ നന്നായിട്ട് ചെയ്തു തന്നേക്കണം. അത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും തിയേറ്ററിൽ കാണാം, എല്ലാവരും വരണം, വന്ന് കാണണം, മറ്റുള്ളവരോട് പറയണം. ഇങ്ങനെ ഒരു കുടുംബസമേതം വന്ന് കാണാൻ പറ്റിയൊരു സിനിമ ഈ ഇടയ്ക്കൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. തല്ലും വെട്ടും കുത്തും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഒരു നല്ല സിനിമ, സന്തോഷിക്കാനും ചിരിക്കാനുമായിട്ട് ഒരു സിനിമയാണിത്. എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എടുത്തു പറയണില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ്. അപ്പൊ ഇതിൽ എനിക്കും ഒരു ഭാഗമാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ദൈവത്തിന് നന്ദി പറയുന്നു. മാർത്താണ്ഡൻ ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യാനായിട്ടുള്ള വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡ്യൂസർ മോഹൻ, എനിക്കങ്ങനെ പറയാം മോഹൻ, കാരണം ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. ഞാനൊരു സന്തോഷത്തോടുകൂടി തന്നെ പറയുകയാണ്. ഈ കൂട്ടത്തിൽ നിന്ന് പറയുമ്പോൾ അത് തെറ്റായെന്ന് എനിക്ക് തോന്നില്ല, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മോഹനും ഞാനും കൂടി കുറേ കുടുംബകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞതാണ്, ഏതൊരു പ്രൊഡ്യൂസറും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഇതൊരു നല്ല വാക്ക് പറഞ്ഞത്. ഞാൻ ഈ പടം ചെയ്യുമ്പോൾ ചേച്ചി എനിക്കുള്ളത് എന്താണെന്നറിയോ, മനസ്സുഖം. ഇത്രയും ആളുകൾ, ഈ കാണുന്ന ആളുകൾ മുഴുവനും എൻ്റെ ഒരു പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്ന എൻ്റെ ഒരു സാന്നിധ്യത്തിൽ ഭക്ഷണം കഴിക്കുക, യാത്ര ചെയ്യുക, അവർക്ക് നമ്മൾ കൂലി കൊടുക്കുക, അത് എല്ലാവരും കൂടി ഇങ്ങനെ പങ്കുവെക്കാൻ എനിക്ക് സാധിച്ചു. ഞാൻ കുറെ കാശുണ്ടാക്കി മരിച്ചുപോയി, ആരെങ്കിലും പറയൂ എന്നെ പറ്റി, പക്ഷെ ഇത് ഓർമ്മയിൽ എന്നും നിൽക്കാനുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോഴുണ്ടായ ഒരു ശരിക്കും സങ്കടം വന്നു. എനിക്ക് ഇത്രയും നല്ലൊരു മനുഷ്യനാണല്ല ഈ പടം ദൈവത്തിന് ഒരു സമർപ്പിച്ചുകൊണ്ട് ഈ വിജയം മോഹന്റെ ഒരു നല്ല ഒരു വിജയമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി.